ഹലോ ഗൈസ്, അപ്പം ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വന്നതാണ്. അതായത് ഇപ്പം എനിക്ക് ഒരു ബൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. ഇതാണ്. അപ്പം ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം ആലോചിച്ച ഒരു കാര്യമാണ്. അതായത് ഇപ്പം ഇതിന് ബൊക്കേസിന് കസ്റ്റമേഴ്സ് വരുമ്പോൾ ഇപ്പോൾ ഹാമ്പേഴ്സിനാണെങ്കിലും എല്ലാത്തിനും കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് ഒരു ചോദിക്കും ഇതിന് മാത്രം എന്താ ഇതിന് റേറ്റ്. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അതിനകത്ത് വെക്കുന്ന ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ ആ സാധനം മാത്രമായിരിക്കും. പക്ഷെ അതിൻ്റെ ബിഹൈൻഡായിട്ട് കുറേ സാധനങ്ങളുണ്ട്. അതായത് ബോക്സിൻ്റെ പ്രൈസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യൂല. അപ്പോൾ ഹാമ്പേഴ്സ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ബോക്സിൻ്റെ പ്രൈസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യൂല. അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള തെർമോക്കോൾസ്, അങ്ങനെ കുറേ എക്സ്പെൻസുകൾ അല്ലാതെ തന്നെ ഞങ്ങൾക്ക് വരുന്നുണ്ട്. ഇപ്പം ബൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രഷ് ഫ്ലവർ തന്നെ വേണം എന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. ഫ്രഷ് ഫ്ലവർ, ഞാനിപ്പോൾ കൊടുവള്ളിയാണ് എൻ്റെ വീട്. അപ്പോൾ കൊടുവള്ളിയിൽ നിന്ന് താമരശ്ശേരി വരെ പോയിട്ട് വേണം എനിക്ക് ഫ്രഷ് ഫ്ലവർ എടുക്കാൻ. അപ്പോൾ താമരശ്ശേരി വരെ എനിക്ക് തോന്നുന്നു എത്ര കിലോമീറ്റർ ആണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും 5-10 കിലോമീറ്റർ താണ്ടിയിട്ട് വേണം എനിക്ക് അവിടെ പോകാൻ. അതിനുള്ള എക്സ്പെൻസ് ഒന്നും ആരും അത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. എന്താ ഇതിന് മാത്രം റേറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ അതേപോലെ ഫ്ലവേഴ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വേരി ചെയ്യുന്ന റേറ്റാണ്. ഭയങ്കര വേരിയേഷൻ ഉണ്ടാകും ചില സമയത്തൊക്കെ ഫ്രഷ് ഫ്ലവേഴ്സിന്. അതൊന്നും ആരും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അതേപോലെ ഇന്നലെ ഇതിൻ്റെ ചോദിച്ചപ്പം ഇതിൻ്റെ പ്രൈസും ഇത് ഓർഡർ തന്നവരെ കുറ്റം പറയല്ല, പക്ഷേ ഇതിൽ ഇങ്ങനത്തെ ബൊക്കേസ് ചോദിക്കുന്നവരോട് പറയാണ്, ഈ ജിപ്സൺ ഇതിൽ അധികം കാണുന്നില്ല. ഈ ജിപ്സൺ ഫ്ലവർ, അതായത് കുഞ്ഞു മുട്ട് പോലെയുള്ള ഒരു വൈറ്റ് ഫ്ലവേഴ്സ് ഇല്ലേ, അതിനാണ് ജിപ്സൺ എന്ന് പറയാം. ഈ ജിപ്സൺ ഫ്ലവേഴ്സിന് പോലും ഭയങ്കര റേറ്റ് ഉണ്ട്. ഒരു 10 രൂപക്ക് വാങ്ങിയാൽ പോലും കാണാൻ കിട്ടൂല. അത്രയും റേറ്റാണ്. കറക്റ്റ് റേറ്റ് ഞാൻ പറയുന്നില്ല, പക്ഷെ നല്ല റേറ്റ് ഉണ്ട് ഈ ജിപ്സൺ ഫ്ലവേഴ്സിനൊക്കെ. 10 രൂപക്ക് കാണാൻ പോലും കിട്ടൂല, അത്രക്കും റേറ്റാണ്. അപ്പം ഇതിൻ്റെ ഒന്നും കാൽക്കുലേഷൻസ് നിങ്ങൾ ചെയ്യാണ്ട് അപ്പോൾ എല്ലാ എക്സ്പെൻസും ഞങ്ങൾ കൂട്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പം 1500 ഒരു കാര്യത്തിന് പറയാമെന്നുണ്ടെങ്കിൽ 1500 ഞങ്ങളെ പ്രോഫിറ്റ് അല്ല, അതിനകത്ത് എക്സ്പെൻസ് വരുന്നുണ്ട്, നിങ്ങളെ സാധനത്തിൻ്റെ എക്സ്പെൻസ് വരുന്നുണ്ട്. അതിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് കുറച്ചേ കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ പ്രൈസ് കേൾക്കുന്നവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് മൊത്തം ഞങ്ങൾക്ക് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് എല്ലാവരും മനസ്സിലേക്കും കൂടി ചേരുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ പെട്രോൾ അടിച്ച് പോകണമെങ്കിൽ പോലും 100 രൂപ വേണ്ടേ? അതിന് പൈസയൊന്നും ആരും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതിൽ പെട്രോൾ അടിക്കാനേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ പ്രോഫിറ്റ് എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ സാധനങ്ങളും ചെയ്യുന്നത്. അത്രയും ടൈം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഓരോ സാധനങ്ങളും ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഉള്ളത് ഇല്ലെങ്കിലും പക്ഷെ ഒരു കുറച്ചെങ്കിലും ഞങ്ങൾക്ക് പ്രോഫിറ്റ് വേണ്ടേ? പ്രോഫിറ്റ് ഇല്ലാണ്ട് ഞങ്ങൾ ഈ പണിക്ക് നിൽക്കില്ല. ഞങ്ങൾക്ക് എന്തായാലും പ്രോഫിറ്റ് വേണം. കാരണം ഞങ്ങൾ അറിയാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം അതിന് കുറച്ച് പ്രോഫിറ്റെങ്കിലും ഞങ്ങൾ എടുക്കണം. അത്രയും ഞങ്ങൾ എടുക്കുന്നു. പക്ഷേ ഈ 1500 എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഒരു മൈൻഡിലുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ 1500 രൂപയും ഞങ്ങൾ കടത്തു തന്ന അതല്ല. അതായത് ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള 99% ഈ നിങ്ങളെ വർക്കിൻ്റെ എക്സ്പെൻസ് ആണ് ഈ 99% വരുന്നത്. ബാക്കി ഒരു 1% മാത്രമേ ഞങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കുന്നുള്ളൂ. പക്ഷേ ഇതൊന്നുമല്ല എല്ലാവരുടെ മനസ്സിലുള്ളത്. ഇതൊക്കെ ഒരു 100% ഞങ്ങൾക്കുള്ള പ്രോഫിറ്റാണെന്നുള്ളതാണ് മെൻറ്റാലിറ്റി. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, പ്ലീസ് ഒരു റേറ്റ് പറയുമ്പം ചിലപ്പം കുറേ ആൾക്കാർ റേറ്റ് കുറച്ച് പറയുന്നവരുണ്ടായിരിക്കും. ചിലപ്പോൾ അത് ഓരോരോ സ്റ്റാർട്ടർ ആയിരിക്കും, അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കും. ചിലപ്പം ഇപ്പം റേറ്റ് കൂട്ടി പറയുന്നവർക്ക് ചിലപ്പം, അതായത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കൊടുവള്ളിയിൽ നിന്ന് താമരശ്ശേരി പോയിട്ട് വേണം ഒരു ഫ്ലവേഴ്സ് എടുക്കണമെങ്കിൽ. അപ്പം അത്രയും അത് കൂട്ടി പറയണം എനിക്ക് റേറ്റ്. അപ്പം ചിലപ്പം ഈ റേറ്റ് കുറച്ച് പറയുന്നവർക്ക് ഓരോ നാട്ടിൽ തന്നെ ഫ്ലവേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അവർക്ക് ആ എക്സ്പെൻസ് കൂട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും കൺസിഡർ ചെയ്യാതെയാണ് ഇത്രയും റേറ്റ് എന്താ നിങ്ങളേലും ചോദിക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഒരു ആൾക്കാർ റേറ്റ് പറയുമ്പോൾ അതിനെ മാനിക്കുക. അത്രയും എഫേർട്ട് ഇട്ടിട്ടായിരിക്കും അല്ലെങ്കിൽ കുറച്ച് പ്രോഫിറ്റ് അവർ എടുക്കുന്നുണ്ടായിരിക്കും എന്ന് നിങ്ങളെ മനസ്സിക്ക് പ്ലീസ് അത് മനസ്സിലാക്കുക. കാരണം എന്ത് വർക്കിനൊരു കാര്യം പറഞ്ഞാലും ചിലവരുണ്ട് കേട്ടോ,
എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, പക്ഷെ ചിലവരുണ്ട് എക്സ്പെൻസ് ഒന്നും കുഴപ്പമില്ല, പ്രൈസേ കുഴപ്പമില്ല, നിങ്ങൾ ചെയ്തോ. ഇപ്പം നമ്മളൊരു സാധനം ഒരു റെഫറൻസ് പോലും കാണിച്ചു തരികയാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് പോലും ചോദിക്കാതെ ഓർഡർ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അത് ഈ ചെയ്തോ, പ്രൈസ് ലാസ്റ്റ് പറഞ്ഞാൽ മതി, ചെയ്തിട്ട് പറഞ്ഞാൽ മതി, അത് ഞാൻ അയച്ചുതരാമെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെയും കൂടുതൽ ഇട്ട് തരുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ ആൾക്കാരും ഉണ്ട്. പക്ഷേ ഈ ചില കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഈ സാധനം മനസ്സിക്ക് ഇങ്ങോട്ട് എന്താ പറയുക റെഡിയാക്കാൻ പറ്റാത്തത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്, ആരെങ്കിലും റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇങ്ങനെ എന്തായാലും മാത്രം റേറ്റ് എന്ന് ചോദിക്കാതെ നിങ്ങളതൊന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിനുള്ള എഫേർട്ട് മനസ്സിലാവുള്ളൂ. സോ ആരോടും ഇങ്ങനെ പോയിട്ട് ചോദിക്കാണ്ടിരിക്കുക. എല്ലാത്തിൻ്റെയും കഷ്ടപ്പാടുകളുണ്ട്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. Okay, bye.